+2 പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവരാണോ നിങ്ങൾ? ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി ഇന്നൊരു നിലയിലെത്താൻ സാധിക്കാത്തവരാണോ? ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലേ? എന്നാൽ ഇനി വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും SSLC +2 പാസ്സാകാം LB അക്കാദമിയിലൂടെ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിൽ പഠനം മുടങ്ങിയവർക്കും അപേക്ഷിക്കാം. PSC, UPSC, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത SSLC +2 നിങ്ങൾക്ക് നേടിയെടുക്കാം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്, പാലത്തിങ്ങൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2025 ഏപ്രിൽ മാസത്തിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന NIOS SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം 2025 ഏപ്രിൽ മാസത്തിൽ ആദ്യമായിട്ട് നമ്മുടെ NIOS പരീക്ഷ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ NIOS രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഈ ഒരു 2025 ഏപ്രിൽ തന്നെ എനിക്ക് SSLC +2 കരസ്ഥമാക്കണം എന്നുള്ള രീതിയിൽ പരീക്ഷ ഫീസ് ഒക്കെ അടച്ചിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു റിസൾട്ട് വന്നതിന് ശേഷം 1-2 സബ്ജക്റ്റിനൊക്കെ ഫെയിൽ ആയതിനു ശേഷമൊക്കെ ഈ 2025 ഏപ്രിലെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും ഒരു സംശയം എന്ന് പറയുന്നത്, മിസ്സേ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ്? കാരണം നമുക്കറിയാം 2024 അധ്യയന വർഷത്തിൽ നമ്മുടെ NIOS ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. സിലബസ് വെട്ടിക്കുറച്ചു, ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങൾ വന്നു, ഒരു 5 ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ വരാൻ പോകുന്ന 2025 ഏപ്രിലെ പരീക്ഷയ്ക്ക് ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മിസ്സേ, അപ്പൊ ഞാൻ ഏത് ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കേണ്ടത്? ഇപ്പൊ സിലബസ് മാറ്റം ഒക്കെ വന്നതുകൊണ്ട് ഒരു ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോക്ക് പോകുന്നതിന് മുൻപായിട്ട് 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നിങ്ങൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ 2025 ഏപ്രിൽ മാസത്തിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും ക്രാഷ് കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാറ്റമാണ് അല്ലെ. അതേ സിലബസ് മാറ്റം, ടെക്സ്റ്റ് ബുക്കിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? ഇപ്പൊ ഈ വർഷം വരുമ്പത്തിന് 2025 ഏപ്രിലെ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ. നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. 2025 ഏപ്രിൽ മാസത്തിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ +2 വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഹിന്ദി, ജോഗ്രഫി, ബിസിനസ് സ്റ്റഡീസ്, പെയിന്റിംഗ്, സൈക്കോളജി, ഇതിലേതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് ഇനി മുതൽ ഫോളോ അപ്പ് ചെയ്തു പോവേണ്ടത്. ഓക്കെ, അപ്പൊ അത് 2023 ആയിക്കോട്ടെ, 2022 NIOS രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇനി എല്ലാ സ്റ്റുഡൻസും നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വേണം ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. നമുക്കറിയാം 2024 ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ NIOS വന്ന സമയത്ത് ഈ 5 ടെക്സ്റ്റ് ബുക്കുകളാണ് മാറിയിരുന്നത് അല്ലെ. 5 ടെക്സ്റ്റ് ബുക്കുകൾ മൊത്തത്തിൽ സിലബസ് സഹിതം മാറിയിരുന്നു. അപ്പൊ ഈ 5 വിഷയങ്ങൾ നിങ്ങൾ ആരെങ്കിലും, അത് പഴയ സിലബസിലായിക്കോട്ടെ പുതിയ സിലബസിലുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ഇനി ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഏതാണ്? പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ സിലബസും പുതിയ ചോദ്യ പേപ്പർ പാറ്റേണും ആണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പൊ 2025 ഏപ്രിൽ ബാച്ച് മുതൽ നമുക്ക് എന്താണ്? പുതിയ സിലബസിലുള്ള ചോദ്യ പേപ്പർ ആയിരിക്കും വരുന്നത്. ഓക്കെ, പുതിയ സിലബസ്, പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. അപ്പൊ ഇനി പഴയതുമായിട്ടുള്ള യാതൊരു ബന്ധമില്ല കേട്ടോ. NIOS അഡ്മിഷൻ എടുത്തിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾ പുതിയ സിലബസ് ആണ് ഇനി മുതൽ ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകളുണ്ട് അല്ലെ. 10ാം ക്ലാസ്സിൽ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. +2 ബാക്കി ഇതിൽ ഉൾപ്പെടാത്ത കുറെ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള
ഒരുപാട് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെ, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ടെക്സ്റ്റ് ബുക്കിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ നമ്മുടെ NOSന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ അതിൽ സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണ് പബ്ലിക് എക്സാമിനേഷനുള്ള പോർഷൻസ്, അല്ലെങ്കിൽ ഏതാണ് TMA പോർഷൻസ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അവിടെയും വിദ്യാർത്ഥികളുടെ ഇടയിൽ സംശയം വരുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ്സേ പബ്ലിക് എക്സാമിനേഷൻ PE എന്ന് കാണിക്കുന്ന ചാപ്റ്റേഴ്സ് ആണോ പഠിക്കേണ്ടത്, അതോ TMA എന്ന് പറയുന്ന പോർഷൻ ആണോ പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. TMA ആണ് ഞാൻ നോക്കിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്തേക്കല്ല. നമുക്ക് എക്സാമിനേഷൻ ഉള്ളത് PE ആണ് കേട്ടോ. പബ്ലിക് എക്സാമിനേഷനുള്ള പോർഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. TMA നമുക്ക് പഠിക്കാനായിട്ടില്ല. അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇനി മുതൽ പഴയത് പുതിയത് അങ്ങനെയുള്ള ഒരു കാര്യമില്ല. പുതിയ സിലബസ് അനുസരിച്ച്, പുതിയ ചോദ്യപേപ്പർ അനുസരിച്ചുള്ള അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള എക്സാമുകളായിരിക്കും ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും നടത്തപ്പെടുന്നത്. അപ്പം NIOSനെ സംബന്ധിച്ച് പബ്ലിക് എക്സാം ആണെങ്കിലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണെങ്കിലും ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ സിലബസും പുതിയ ചോദ്യപേപ്പർ പാറ്റേൺ അനുസരിച്ചാണ് എക്സാമുകൾ നടത്തുന്നത്. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ഇനി മുതൽ കൺഫ്യൂഷൻ ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. കറക്റ്റ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ഏതൊക്കെ വിഷയങ്ങളുടെയാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയെന്ന് പറഞ്ഞു, ഈ വിഷയങ്ങൾ മാത്രം കേട്ടോ. ബാക്കിയുള്ളതിനൊന്നും ബാധിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു സിലബസ് പ്രകാരം ഏതൊക്കെയാണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് എക്സാമിനേഷനുള്ള പോർഷൻ ഏതാണ്, TMA പോർഷൻസ് ഏതൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ ബാക്കി ഈ 5 സബ്ജക്റ്റുകളെ സംബന്ധിച്ചാണ് ഒരുപാട് സംശയങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ 5 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടത് കേട്ടോ. പുസ്തകം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുതിയ പുസ്തകമാണ് ഇനി മുതൽ എല്ലാ വിദ്യാർത്ഥികളും ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഈ 5 വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർ മാത്രം. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം പറഞ്ഞെന്ന് പറഞ്ഞാലും ചില ആളുകൾ പിന്നെയും ഡൗട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്തെടുത്ത ആ കാര്യങ്ങളെന്ന് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ പുതിയ ചോദ്യപേപ്പർ പാറ്റേൺ എപ്രകാരമാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യത്തെ സെക്ഷനിൽ നമുക്കറിയാം ഏതാണ്, MCQ ആണ് അല്ലെ. അതായത് നമ്മുടെ മത്സര പരീക്ഷകൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അല്ലെ. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഏത് ടൈപ്പ് ആയിരിക്കും. അതായത് അതിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് വരാം. അവിടുത്തെ പോലെ തന്നെ മാച്ച് ദി ഫോളോയിങ് അല്ലെ, ചേരുംപടി ചേർക്കുക, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലെ. അതെല്ലാം ഏതിൽ വരുന്നതാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ എന്താണ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് നമ്മുടെ NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് MCQ, ഷോർട്ട്, വെരി ഷോർട്ട്, എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾക്കാവും കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒബ്ജക്റ്റീവ് നമുക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അവിടെ നമ്മൾ തന്നെത്താനെ, അതായത് നമ്മൾ സ്വയം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അവിടെ ആൻസർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള രീതി. അവിടെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് MCQ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. MCQ നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഷോർട്ട്, വെരി ഷോർട്ട്, എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല തിരക്കുള്ള സമയമാണ്. കാരണം നിങ്ങളുടെ NIOSന്റെ അഡ്മിഷൻസ്, രജിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എനിക്ക് ഓരോ എക്സാമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഓട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ തിരിച്ചു വിളിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടേച്ചാൽ മതി. ഇച്ചിരി ഒന്ന് താമസിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ തരാതൊന്നും ഞാൻ ഇരിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.